ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോർമലൈസേഷൻ ടോപ്പിക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഡിസ്കസ് ചെയ്തല്ലേ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നോർമൽ ഫോം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് നോർമൽ ഫോം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് കാൻഡിഡേറ്റ് കീ എന്താണെന്ന് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. എന്താണ് ഒരു കാൻഡിഡേറ്റ് കീ? ഒരു റിലേഷനിലെ ഓരോ ടുപ്പിൾസിനെയും യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആട്രിബ്യൂട്ട്, അതിനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്. അപ്പം ഒരു റിലേഷനിൽ ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീസ് ഉണ്ടായിരിക്കും അല്ലേ. ആ കാൻഡിഡേറ്റ് കീസിൽ നിന്ന് നമ്മൾ നോമിനേറ്റ് ചെയ്തെടുക്കുന്നതാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫസ്റ്റ് നോർമൽ ഫോം എന്ന് നോക്കാം. അപ്പം ഒരു പർട്ടിക്കുലർ റിലേഷൻ അത് വൺ ആൻഡ് എഫ് ഫസ്റ്റ് നോർമൽ ഫോമിലായിരിക്കണമെങ്കിൽ ആട്രിബ്യൂട്ട് നെയിംസ് എല്ലാം, അതിലുള്ള ആട്രിബ്യൂട്ട്സ് നെയിംസ് എല്ലാം യുണീക്ക് ആയിരിക്കണം. അതിലെ ആട്രിബ്യൂട്ട് വാല്യൂസ് എല്ലാം സിംഗിൾ ആയിരിക്കണം. ഓരോ റോസും യുണീക്കായിരിക്കണം. റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ്സുകളൊന്നും വരാൻ പാടില്ല. ഒരു പ്രൈമറി കീ ചൂസ് ചെയ്യണം. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ യുണീക്ക്, നോർമൽ, അൺചേഞ്ച്ഡ് ആയിരിക്കണം. പ്രൈമറി കീ എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ കമ്പൈൻഡ് ആട്രിബ്യൂട്ട്സ് ആകാം. അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം അല്ലേ. സ്റ്റുഡൻറ്റ് ടേബിൾ എന്ന് പറയുന്ന ഈ റിലേഷൻ, ഇതെന്ന് പറയുന്ന ഒരു അൺനോർമലൈസ്ഡ് ഫോമിലുള്ള ഒരു റിലേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഇതൊരു നോൺ നോർമലൈസ്ഡ് ടേബിൾ ആണെന്ന് പറയാം. ഇവിടെ 3 ആട്രിബ്യൂട്ട്സ് ഉണ്ടല്ലേ, നമ്പർ, നെയിം, ക്ലാസ്സസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ആട്രിബ്യൂട്ട് നെയിം എല്ലാം യുണീക്ക് ആയിരിക്കണം. ഓക്കെ അല്ലേ. നമ്പർ, നെയിം, ക്ലാസ്സസ്, പേരൊക്കെ യുണീക്ക് അല്ലേ. അതായത് ഇപ്പം നെയിം എന്ന് പറയുന്നത് വേറെ ഒരു ആട്രിബ്യൂട്ട് ഈ റിലേഷനിലല്ലോ. എല്ലാം നെയിമുകളും ആട്രിബ്യൂട്ട്സുകളുടെ പേരൊക്കെ ഡിഫറെൻ്റ് അല്ലേ. നമ്പർ, നെയിം, ക്ലാസ്സസ്. അടുത്ത എന്താ കണ്ടീഷൻ പറയുന്നത്? ഓരോ ആട്രിബ്യൂട്ട് വാല്യൂവും സിംഗിൾ ആയിരിക്കണം. ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് സിംഗിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ആറ്റോമിക് ആയിരിക്കണം. അപ്പോൾ ഓരോ ടുപ്പിൾസും നമുക്ക് കൺസിഡർ ചെയ്യാം. ആ ഓരോ ടുപ്പിൾസിലെയും ഈ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്പറിൻ്റെ നെയിമിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു വാല്യൂ അല്ലേ ഉള്ളൂ ഓരോ ടുപ്പിൾസിലും ഈ ആട്രിബ്യൂട്ട്സിന് അല്ലേ. പക്ഷേ ക്ലാസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ടുപ്പിളിൽ ക്ലാസ്സിൻ്റെ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട്. ഫസ്റ്റ് റോയിലാണെങ്കിൽ, ഫസ്റ്റ് ടുപ്പിളിലാണെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്, സിസ്റ്റം അനാലിസിസ്, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എന്നിങ്ങനെ 3 വാല്യൂസ് ഉണ്ട് ഈ ക്ലാസ്സസിന്. ഇനി സെക്കൻഡ് ടുപ്പിൾ എടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം അനാലിസിസ്, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ 2 വാല്യൂസ് ഉണ്ട്. തേർഡ് ടുപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒ പ്രോഗ്രാമിംഗ്, സിസ്റ്റം അനാലിസിസ്, ഒ മീൻസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, സിസ്റ്റം അനാലിസിസ്, ഡേറ്റ കമ്മ്യൂണിക്കേഷൻസ് എന്നിങ്ങനെ 3 വാല്യൂസ് ഉണ്ട്. ഇനി ഫോർത്ത് ടുപ്പിൾ എടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം അനാലിസിസ്, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് അത് സിംഗിൾ അല്ലെങ്കിൽ ആറ്റോമിക് അല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈ ടേബിളിനെ ഒരു വൺ ആൻഡ് എഫ് ഫോമിൽ ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഈ അൺനോർമലിസ്റ്റ് ഫോമിലുള്ള ഈ റിലേഷനെ വൺ ആൻഡ് എഫ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് നമ്മൾ കാൻഡിഡേറ്റ് കീയുടെ പാർട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും, സിംപിളി എന്ന് പറയണമെങ്കിൽ പറയാം. അതായത് ഈ റിലേഷൻ കണ്ടില്ല, ഈ റിലേഷനിലെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എന്താണ്? നമ്പറാണ്. ഈ ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നമുക്ക് ഈ റോസിനെയൊക്കെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ. ഇപ്പം 001233 എന്ന് പറയുന്ന നമ്പർ ഉള്ള അതിൻ്റെ പേരെന്താണ്? ആ ടുപ്പിളിൻ്റെ നെയിം എന്താണ്? സ്റ്റുഡൻറ്റിൻ്റെ നെയിം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യുണീക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ജോൺ പഡ്വി ആണെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ വൺ ആൻഡ് എഫിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കാൻഡിഡേറ്റ് കീയിൽ ആരൊക്കെ ആഡ് ചെയ്തു? നമ്പറും ക്ലാസ്സസും ഇപ്പോൾ നമ്മുടെ കാൻഡിഡേറ്റ് കീ ആണ് എന്ന് നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ വൺ ആൻഡ് എഫിലാക്കാൻ നേരത്ത് ഇത് നമ്മൾ അൺനോർമലിസ്റ്റ് ഫോമിലുള്ള ഡേറ്റ അല്ലായിരുന്നോ. ഇവിടെ ഈ ടുപ്പിളിൽ ക്ലാസ്സുകൾക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിപ്പീറ്റ് ആയിട്ട് ഈ ടുപ്പിൾസിനുള്ള ഈ നമ്പറും നെയിമും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെഴുതും. ഈ ഓരോ ക്ലാസ്സുകളിലുള്ള ഈ വാല്യൂസിനെയും ഓരോ ടുപ്പിൾസിലായിട്ട് എഴുതും. അതായത് ഇപ്പം 001231 വില്യം ഹാർട്ട്നെൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ടുപ്പിൾ, 001231 വില്യം ഹാർട്ട്നെൽ സിസ്റ്റം അനാലിസിസ് എന്ന് പറഞ്ഞ വേറൊരു ടുപ്പിൾ, 001231 വില്യം ഹാർട്ട്നെൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ടുപ്പിൾ. അങ്ങനെ നമ്മൾ ഇതിനെ റെപ്രസെൻ്റ് ചെയ്തിടും. അങ്ങനെ എഴുതിയതാണ് ഇവിടെ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ നമ്പറിൻ്റെ വാല്യൂസും നെയിം എന്ന് പറഞ്ഞ വാല്യൂസും ഈ റിലേഷനിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നില്ലേ. അതുകൊണ്ടാണ് നമ്മൾ നമ്പറിനെയും ക്ലാസ്സിനെയും നമ്മുടെ കാൻഡിഡേറ്റ് കീ ആയിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്പർ, അതായത് 001231 ഇൻഫർമേഷൻ സിസ്റ്റവും വരുന്ന സ്റ്റുഡൻറ്റിൻ്റെ നെയിം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പറയാം, വില്യം ഹാർട്ട്നെൽ ആണെന്ന് എളുപ്പത്തിൽ യുണീക്കലി ആ ടുപ്പിളിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നെയിമിനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും.
അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ അൺനോർമലൈസ്ഡ് ആയിട്ടുള്ള റിലേഷൻ നമ്മൾ 1NF ഫോമിൽ കൺവേർട്ട് ചെയ്ത് എഴുതി. ഇനി മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. അതായത് ഈ ടേബിൾ കണ്ടില്ലേ, ഗ്രൂപ്പ്, ടോപ്പിക്, സ്റ്റുഡൻറ്റ്, സ്കോർ എന്നിങ്ങനെ 4 ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു റിലേഷനാണിത്. ഇവിടെ ഗ്രൂപ്പ് എ ഇൻട്രോ മോങ്കോ DB ടോപ്പിക്. ഇനി ഇവിടെ 2 സ്റ്റുഡൻസ് ആണ് ഉള്ളത്, സോക്സാനും സാവോ റൈയും. അവിടെ സ്കോർസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രൂപ്പ് ബിയിൽ ഇൻട്രോ MySQL ടോപ്പിക്, ഷാന്റിനായും തിത്സോഫിയായും പറഞ്ഞ സ്റ്റുഡൻസിന് 2 പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിളിലും ഈ ഗ്രൂപ്പ് എ ഈ ഫസ്റ്റ് ടുപ്പിളിനകത്ത് 2 സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂസും സ്റ്റുഡൻസിൻ്റെ പേരും സ്റ്റുഡൻസിൻ്റെ സ്കോർസും ഉണ്ട്. സെക്കൻഡ് ടുപ്പിളിലും 2 സ്റ്റുഡൻസിൻ്റെ നെയിമും അവരുടെ സ്കോർസും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താ, ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് സിംഗിൾ അല്ലല്ലോ. കാരണം ഈ ഫസ്റ്റ് റോയിൽ 2 വാല്യൂസാണ് ഉള്ളത്. അതുപോലെ സ്കോറിൻ്റെ വാല്യൂസും സിംഗിൾ അല്ല. അപ്പോൾ 2 സ്കോർ വന്നില്ലേ, 18 മാർക്സും 17 മാർക്സും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആട്രിബ്യൂട്ട് വാല്യൂസ് സിംഗിൾ അല്ല. അപ്പോൾ ഇവിടെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ്സുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ 1NF ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പ് എ ഇൻട്രോ മോങ്കോ DB സോക്സാൻ 18 മാർക്സ് എന്ന് എഴുതും. ഒരു ടുപ്പിള് ഗ്രൂപ്പ് എ ഇൻട്രോ മോങ്കോ DB സാവോ റൈ 17 മാർക്സ് എന്ന് പറഞ്ഞ് എഴുതും. ഗ്രൂപ്പ് ബി ഇൻട്രോ MySQL ചാന്റിന 19 മാർക്സ്. ഗ്രൂപ്പ് ബി ഇൻട്രോ MySQL തിത്സോഫിയ 16 മാർക്സ്. അങ്ങനെ നമ്മൾ ഇതിനെ 1NF ഫോമിൽ കൺവേർട്ട് ചെയ്ത് എഴുതി ഇല്ലേ. ഇപ്പോൾ ഇത് ജസ്റ്റ് 1NF ഫോമിലാണ്, പക്ഷെ 2NF ഫോമിലല്ല. അപ്പം എന്താണ് ഫസ്റ്റ് NF ഫോം എന്നും സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നും എക്സാമ്പിൾസും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തല്ലേ. നിങ്ങൾക്ക് ഫസ്റ്റ് NF ഫോമിനെ പറ്റി ഒരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.